ഹായ് എല്ലാവർക്കും PSC സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലാബ് അസിസ്റ്റൻ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജൂൺ 21-നാണ് എക്സാം വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി പഠിക്കാത്തവരായാലും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിവിഷൻ ക്ലാസ്സാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 5 റിവിഷൻ ക്ലാസ്സുകളാണ് ഉള്ളത്. 11, 13, 15, 18, 20 എന്നീ തീയതികളിലായിരിക്കും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് നടത്തുന്നത്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും SCERT ടോപ്പിക്സുമാണ് ഈ റിവിഷൻ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു റിവിഷൻ നോട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറയുന്നതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. ഈ റിവിഷൻ നോട്ട് നിങ്ങൾക്ക് ഡെയിലി റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിൽ നമ്മൾ എടുത്തേക്കുന്നത് 2018-ലെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ്. ഓപ്ഷൻ വായിക്കുന്നില്ല, ആൻസർ മാത്രം പറയുവാണ്. ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി, സ്വാതി തിരുനാൾ. നമുക്ക് സ്വാതി തിരുനാളിനെ പറ്റി കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന ഭരണകാലമായിരുന്നു സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം. എന്താണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണകാലം? ആരുടെ ഭരണകാലത്തിനാണ് അറിയപ്പെട്ടത്? സ്വാതി തിരുനാളിൻ്റെ. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാജാവാണ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞൻ്റെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും സ്വാതി തിരുനാളാണ്. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. 1837-ലാണ്. തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് കൊണ്ടുവന്ന ഭരണാധികാരിയും സ്വാതി തിരുനാളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭാരതീയ ചിന്തയെ നവീകരിച്ച കേരളീയൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശങ്കരാചാര്യർ. നമുക്ക് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് കൂടി നോക്കാം. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടിയിലാണ്, എറണാകുളത്ത് കാലടിയിലാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ശങ്കരാചാര്യരാണ്. പ്രച്ഛന്ന ബുദ്ധൻ. ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ദർശനമാണ് അദ്വൈത ദർശനം. പ്രപഞ്ചത്തിൽ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും നിത്യമായി ഇല്ലെന്നാണ് അദ്വൈതവാദത്തിൻ്റെ അടിസ്ഥാനം. എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കുന്ന ദർശനവും അദ്വൈത ദർശനമാണ്. ശ്രീ ശങ്കരാചാര്യരുടെ പ്രസിദ്ധ കൃതികൾ ഏതെല്ലാമെന്ന് നോക്കാം. ശിവാനന്ദ ലഹരി, സൗന്ദര്യലഹരി, വിവേക ചൂടാമണി, യോഗാതാരാവലി, ബ്രഹ്മസൂത്ര ഭാഷ്യം, ഉപദേശ സഹസ്രി, സഹസ്രനാമം. പോയിന്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കുക. റിപ്പീറ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ നിങ്ങൾ ഈ നവോത്ഥാന സംഘടനകളും അവരുടെ സ്ഥാപകരും പഠിച്ചിട്ട് തന്നെ പോവുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഘടനകളും ആ സ്ഥാപകരുടെയും പറയാം. CMI സഭ, കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണേ. അതുപോലെ ആത്മബോധോദയ സംഘം, ശുഭാനന്ദ ഗുരുദേവൻ. ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം, കാവാലികുളം കണ്ടൻ കുമാരൻ. ശൈവപ്രകാശിക സഭ, തൈക്കാടയ്യ. കേരള പുലയർ മഹാസഭ, PK ചാത്തൻ മാസ്റ്റർ. അതുപോലെ ഇസ്ലാം ധർമ്മ പരിപാലന യോഗം, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ജാതി നാശിനി സഭ, ആനന്ദ തീർത്ഥൻ. മലബാർ എക്കണോമിക് യൂണിയൻ, ഡോക്ടർ പൽപ്പു. ഈഴവ സമാജം, TK മാധവൻ. മഹാ ഈഴവ സംഘം, ഡോക്ടർ പൽപ്പു. സാധുജന പരിപാലന സംഘം, അയ്യങ്കാളി. സമത്വ സമാജം, വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള നവോത്ഥാന നായകൻ. ആൻസർ ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് നോക്കാം. വേദാധികാര നിരൂപണം. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദിമ സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടസ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. നമുക്ക് നവോത്ഥാന നായകന്മാരുടെ ആദ്യകാല നാമം കുറച്ചൊന്ന് പഠിക്കാം. ആദ്യമായി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആദ്യകാല നാമം എന്ന് പറയുന്നത് നാണു എന്നാണ്. ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്നത് എന്താണ്?
കുഞ്ഞൻപിള്ള എന്നാണ് ചട്ടമ്പി സ്വാമികൾ ബാല്യകാല നാമം എന്ന് പറയുന്നത്. ഷൺമുഖദാസൻ എന്നുള്ള പേര് ലഭിച്ചത് അദ്ദേഹം സന്യാസ ജീവിതം നയിച്ചിരുന്ന സമയത്താണ്. അയ്യങ്കാളി അറിയപ്പെട്ടിരുന്നത് കാളി എന്ന പേരിലാണ്. വാഗ്ഭടാനന്ദൻ വയലേരി കുഞ്ഞിക്കണ്ണൻ, വൈകുണ്ഠസ്വാമികൾ മുത്തുക്കുട്ടി, ആഗമാനന്ദ സ്വാമി അറിയപ്പെട്ടിരുന്നത് കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ്. തൈക്കാട് അയ്യ അറിയപ്പെട്ടിരുന്നത് എന്താണ്? സുബ്ബരായർ. പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെട്ടിരുന്നത് ശങ്കരൻ. കുമാരഗുരുദേവൻ അറിയപ്പെട്ടിരുന്നത് എന്താണ്? പൊയ്കയിൽ യോഹന്നാൻ എന്നാണ്. ഈ ബാല്യകാല നാമം എല്ലാവരും നോട്ട് ചെയ്ത് ഉറപ്പായിട്ടും പഠിച്ചേക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ആര്? ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് കൃതികളും അതിൻ്റെ രചയിതാക്കളും. ഇനി പറയുന്ന പോയിന്റുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുറച്ച് കൃതികളും അത് രചിച്ച ആൾക്കാരുടെ പേരുമാണ് പറയുന്നത്. എൻ്റെ കാശിയാത്ര എന്ന കൃതി രചിച്ചത് തൈക്കാട് അയ്യയാണ്. എൻ്റെ കാശിയാത്ര എന്ന കൃതി രചിച്ചത്. പഴനി വൈഭവം എന്നതും തൈക്കാട് അയ്യയുടെ കൃതിയാണ്. മോഹൻദാസ് ഗാന്ധി എന്നുള്ളത് രാമകൃഷ്ണ പിള്ളയുടെ കൃതിയാണ്. അതുപോലെ കേരളം മലയാളികളുടെ മാതൃഭൂമി, നമ്മുടെ ഭാഷ, കേരളം, ഇന്നലെ, ഇന്ന്, നാളെ, ഇതെല്ലാം തന്നെ EMSൻ്റെ കൃതികളാണ്. ഏതൊക്കെയാണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി, നമ്മുടെ ഭാഷ, കേരളം, ഇന്നലെ, ഇന്ന്, നാളെ. അടുത്തത് ആദിഭാഷ എന്നുള്ളത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അടിമകൾ എങ്ങനെ ഉടമകളായി എന്നുള്ളത് വിഷ്ണു ഭാരതീയൻ്റെ കൃതിയാണ്. പാട്ടബാക്കി കെ ദാമോദരൻ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിസ്ഥലം എവിടെയാണ്? ശിവഗിരിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രീനാരായണ ഗുരു പങ്കെടുത്ത അവസാന SNDP യോഗം നടന്നത് പള്ളിരുത്തി എറണാകുളത്താണ്. 1927 എറണാകുളം പള്ളിരുത്തിയിലാണ് ശ്രീനാരായണ ഗുരു പങ്കെടുത്ത അവസാനത്തെ SNDP യോഗം നടന്നത്. ശ്രീനാരായണ ഗുരു പങ്കെടുത്ത അവസാന ചടങ്ങെന്ന് പറയുന്നത് SNDPയുടെ വിശേഷാൽ യോഗമാണ്. 1928 കോട്ടയത്ത് വെച്ചാണ് നടന്നത്. ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം പോയിന്റ്സ് പഠിച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തിരുവിതാംകൂറിൽ നടന്ന പുലയ ലഹളകൾക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അപ്പോൾ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയാം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹളകളാണ് വില്ലുവണ്ടി സമരം 1893. അതുപോലെ നെടുമങ്ങാട് ചന്ത ലഹള 1912 നടന്നു. ഊരൂട്ടമ്പലം ലഹള 1915. പെരിനാട് ലഹള 1915. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട ഈ 4 ലഹളകൾ വർഷങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. അടുത്ത ചോദ്യം നോക്കാം. പണ്ഡിറ്റ് KP കറുപ്പൻ രൂപീകരിച്ച സംഘത്തിൻ്റെ പേരെന്ത്? സംഘത്തിൻ്റെ പേരാണ് അരയ സമാജം. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അരയ സമാജം സ്ഥാപിതമായ വർഷം 1907 ആണ് കേട്ടോ. അരയ സമാജം സ്ഥാപിതമായത് 1907. ഇവിടെ അരയ സമുദായത്തെ പരിഷ്കരിക്കാനായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാലസമുദായ പരിഷ്കരണി സഭ. ഇതാണ് ബാലസമുദായ പരിഷ്കരണി സഭ. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് വെച്ചാൽ അത് പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. 1922 അഖില കേരള അരയ മഹാസഭ. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികൾ കൂടി നമുക്ക് നോക്കാം. ലളിതോപഹാരം കിളിപ്പാട്ട്, ജാതിക്കുമ്മി, ഉദ്യാനവിരുന്ന്, ബാലകലേശം, സമാധി സപ്തകം. ഏതൊക്കെയാണ്? ലളിതോപഹാരം കിളിപ്പാട്ട്, ജാതിക്കുമ്മി, ഉദ്യാനവിരുന്ന്, ബാലകലേശം, സമാധി സപ്തകം. കുറച്ച് അഡീഷണൽ പോയിന്റ് കൂടി നോക്കാം. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻപിള്ള രചിച്ച കൃതി ഏതാണ്? വിദേശീയ മേധാവിത്വം. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരാണെന്ന് ചോദിക്കാം. ദിവാൻ ശങ്കര സുബ്ബയ്യറാണ്. ഓർത്ത് വെക്കുക, മാറിപ്പോകരുതേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി. മലബാറിലെ നാരായണ ഗുരു ആരാണ്? മലബാറിലെ നാരായണ ഗുരു. ഓപ്ഷൻ സി വാഗ്ഭടാനന്ദനാണ്. വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് നവോത്ഥാന നായകന്മാരും അവരുടെ അപരനാമങ്ങളുമാണ്. കേരള നവോത്ഥാനം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് കൊടുത്തുമാണ് നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നവോത്ഥാന നായകന്മാരും അവരുടെ അപരനാമങ്ങളും നോക്കാം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് GP പിള്ളയാണ്. നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്നറിയപ്പെടുന്ന ആരാണ്? കുമാരനാശാനാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇത് മുൻവർഷത്തെ ചോദ്യമാണ് കേട്ടോ. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത് മത്തി തങ്ങളാണ്. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താൻ. തിരുവിതാംകൂറിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? അക്കമ്മ ചെറിയാനാണ് കേട്ടോ. നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നത് MC ജോസഫ്. മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന അബ്രഹാം മൽപ്പൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി എന്നറിയപ്പെടുന്നത് ഏതു പേരിൽ? പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി അറിയപ്പെടുന്നത് ഏതു പേരിൽ? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ. അപ്പോൾ 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇത്ര നേരമായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ചോദ്യം: പാപ്സ്മിയർ പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്? ഈ പാപ്സ്മിയർ പരിശോധന എന്ന് പറയുന്നത് സ്ത്രീകളിലെ സെർവിക്സിൽ അർബുദങ്ങളടക്കമുള്ള പല കോശ വ്യതിയാനങ്ങൾക്കും രോഗസാധ്യതകളെ മുൻകൂട്ടി കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്ന ഒരു പരിശോധനയാണ്. ഇതൊരു പ്രാഥമിക പരിശോധന മാത്രമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നിന്ന് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി അർബുദമാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ടെസ്റ്റുകളോട് നോക്കാം. VDRL ടെസ്റ്റ് നമ്മൾ സിഫിലിസ് ഡയഗ്നോസ് ചെയ്യാനാണ് ചെയ്യുന്നത്. ഡോട്ട്സ് നമ്മൾ ചെയ്യുന്നത് ക്ഷയം പരിശോധനയ്ക്കാണ്. മാൻഡോക്സ് ചെയ്യുന്നതും ക്ഷയത്തിന് വേണ്ടിയിട്ടാണ്. ഹിസ്റ്റാമിൻ ടെസ്റ്റ് നടത്തുന്നത് കുഷ്ഠം പരിശോധിക്കാനായിട്ടാണ്. സോർട്ട് ടെസ്റ്റ് എയ്ഡ്സിനും വൈറാൽ ടെസ്റ്റ് നമ്മൾ ടൈഫോയിഡ് ഡയഗ്നോസ് ചെയ്യാനുമാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കണം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കോവിഡുമായി ബന്ധപ്പെട്ട് സ്വാബ് സെക് എന്താണ്? കോവിഡുമായി ബന്ധപ്പെട്ട് സ്വാബ് സെക് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കോവിഡ് ടെസ്റ്റുകൾ നോക്കണം. ആൻറ്റിജൻ ടെസ്റ്റ് വരുന്നുണ്ട്, ആൻറ്റിബോഡി ടെസ്റ്റ് വരുന്നുണ്ട്, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ കോവിഡ് വാക്സിൻ്റെ വിതരണം കാര്യക്ഷമമാക്കുന്നതിന് ഭാരത സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് കോവിൻ എന്ന് പറയുന്നത്. COVID-19 ക്ലിനിക്കൽ ഉപയോഗത്തിനായി ISRO വികസിപ്പിച്ചെടുത്ത വെന്റിലേറ്ററുകൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് ഏതൊക്കെയാണ്? പ്രാണ പ്രോഗ്രാമബിൾ റെസ്പിറേറ്ററി അസിസ്റ്റൻസ് ഫോർ ദ നീഡി എയ്ഡ്, VAU വെന്റിലേഷൻ അസിസ്റ്റ് യൂണിറ്റ്. അടുത്തത് സ്പേസ് വെന്റിലേറ്റർ എയ്ഡഡ് സിസ്റ്റം ഫോർ ട്രോമ അസിസ്റ്റൻസ്. ഈ 3 വെന്റിലേറ്ററുകളാണ് COVID-19 ക്ലിനിക്കൽ ഉപയോഗത്തിനായിട്ട് ISRO വികസിപ്പിച്ചെടുത്തത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകില്ല. റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് കൂടി നമുക്ക് നോക്കാവേ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന അവസ്ഥയാണ് അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇതാണ് നിശബ്ദനായ കൊലയാളി. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത്. ഈ രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. കൂടുന്ന അവസ്ഥയോ അത് ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുമ്പോൾ ഹൈപ്പോടെൻഷനും കൂടുമ്പോൾ ഹൈപ്പർ ടെൻഷനും. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ഇതാണ് ആൽഡോസ്റ്റിറോൺ. രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അമിത ഉപയോഗം, പുകവലി, വ്യായാമക്കുറവ് എന്നിവയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം.